കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് അടക്കം ഒരു സീറ്റിലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വയനാട്ടിലും ചേലക്കരയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ നടത്തിയ ശക്തമായ മുന്നേറ്റം ഇപ്പോൾ കോൺഗ്രസ് CPM പാളയത്തിൽ കടുത്ത അങ്കലാപ്പായി മാറിയിരിക്കുകയാണ്. മുനമ്പത്ത് 600ഓളം ക്രൈസ്തവ കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ ആസൂത്രിതമായി കരുക്കൾ നീക്കി കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ച വഖഫ് ബോർഡിൻ്റെ അധിനിവേശങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനോ അതിജീവനത്തിനായി മുനമ്പത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ടവരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വാക്കെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ മെനക്കെടാതെ വഖഫ് ബോർഡിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പണിപ്പെട്ട ഇടതർക്കും വലതർക്കുമെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായ അമർഷമാണ് ചേലക്കരയിലെയും വയനാട്ടിലെയും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ടിൽ കിട്ടിയ ശക്തമായ മുന്നേറ്റം. ഇത് CPMനേക്കാൾ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ക്രൈസ്തവർ പ്രതിസന്ധിയിലാകുമ്പോൾ അതിലൊന്ന് ഇടപെടാനോ ക്രൈസ്തവർക്കൊപ്പം നിൽക്കാനോ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും താല്പര്യമോ ധൈര്യമോ കാണിക്കാറില്ലെന്നത് ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പാലാപിതാവിനെതിരെയുണ്ടായ അധിനിവേശവും ക്രൈസ്തവ സന്യസ്തരെ ഹീനമായി അവഹേളിച്ച കക്കുകളി നാടകവും പൂഞ്ഞാറിലെ വൈദികനെ ആക്രമിച്ചതുമടക്കം ഒരു വിഷയത്തിലും ഇടതരും വലതരും ക്രൈസ്തവരുടെ ന്യായത്തിനൊപ്പം നിന്നിട്ടില്ലെന്ന് മാത്രമല്ല കടുത്ത അധിക്ഷേപങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. ആ അവഗണനകളും ചിറ്റമ്മ നയങ്ങളും ഇപ്പോൾ മുനമ്പത്ത് മൂർധന്യതയിൽ എത്തി നിൽക്കുകയാണ്. ഈ അവഗണനയിലും പക്ഷപാതപരമായ പെരുമാറ്റത്തിലും കടുത്ത അമർഷത്തിലായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഇടതരും വലതരും നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പരിധിയിലെങ്ങും ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇലക്ഷൻ വരുമ്പോൾ സമാധാനകാംക്ഷികളായ ക്രൈസ്തവർ പണ്ടത്തേതുപോലെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഒരു വല്ലാത്ത പ്രതീക്ഷ ഇടതർക്കും വലതർക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സഭാപിതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങളുമാണ് നിർണായകമായത്. ഇപ്പോഴിതാ മുനമ്പം സമരത്തെ അവഗണിച്ച ഭരണ പ്രതിപക്ഷ നിലപാടിൽ പ്രതിഷേധിച്ച് വോട്ട് ചെയ്യുന്ന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് തട്ടിൽ പിതാവ് നടത്തിയ പ്രസംഗത്തിൻ്റെ കൃത്യമായ സ്വാധീനം ചേലക്കരയിലെയും വയനാട്ടിലെയും BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടിൽ കൃത്യമായി തന്നെ പ്രതിഫലിച്ചിരിക്കുകയാണ്. ചേലക്കരയിലെ BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ നേടിയ 33,000-ലധികം വോട്ടുകൾ BJPക്ക് അമ്പരപ്പും UDFനും LDFനും കടുത്ത പരിഭ്രാന്തിയുമായി മാറിയിരിക്കുകയാണ്. ചേലക്കര സീറ്റ് CPM നിലനിർത്തിയെങ്കിലും കഴിഞ്ഞ തവണ നേടിയ 25,000-ൽ അധികം വോട്ടുകൾ നഷ്ടപ്പെട്ടത് CPMനെ വല്ലാതെ ചിന്തിപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളും ഇതേ പാറ്റേണിൽ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ശക്തമായ ക്രൈസ്തവ സ്വാധീനമുള്ള മുള്ളൻകൊല്ലിയിലെ 23 ബൂത്തുകളടക്കം ഒട്ടുമിക്ക ഇടങ്ങളിലും BJP ശക്തമായ വോട്ട് മുന്നേറ്റമാണ് നടത്തിയത്. പാലക്കാട് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയതെങ്കിലും പാലക്കാട് നഗരസഭയിൽ BJP മുന്നിലെത്തിയ 2 കേന്ദ്രങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിന് താരതമ്യേന വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം ന്യൂനപക്ഷങ്ങളാണ്. ഇതിൽ മുസ്ലിങ്ങൾ 26%, ക്രൈസ്തവർ 18%. മുസ്ലിം വോട്ടുകൾ BJPക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ ക്രിസ്ത്യൻ പാർട്ടികൾക്കിടയിൽ നിന്നും അണികളെ തേടിയ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം തന്നെയാണ് കേരളത്തിലെ ഇടതരും വലതരും ചേർന്ന് ഇപ്പോൾ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനവും ക്രൈസ്തവര വിഷയത്തിൽ വീറോടെ ഇടപെടുന്ന ഷോൺ ജോർജിൻ്റെ സാന്നിധ്യവും BJPക്ക് ക്രൈസ്തവർക്കിടയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അതിനായി ഷോൺ ജോർജിന് പ്രത്യേക ചുമതല നൽകി BJP ദേശീയ നേതൃത്വം രംഗത്തിറക്കിയിരുന്നു. കേരളത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയുന്നില്ലെന്ന റിപ്പോർട്ട് പഴങ്കഥയായി മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. പഴയ പ്രതിബദ്ധതയൊക്കെ അവസാനിപ്പിച്ച ക്രൈസ്തവ സമൂഹം തങ്ങളെ സഹായിക്കുന്നവരെ തങ്ങളും സഹായിക്കുമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, ഇടതരും വലതരും ചേർന്ന് അങ്ങനെ തീരുമാനിക്കാൻ ക്രൈസ്തവരെ നിർബന്ധിച്ചു, അതാണ് സത്യം.